ഈ പാകിസ്ഥാന്റെ കഷ്ടകാലം തുടരുകയാണ്. ഇന്നലെ ബലൂചിസ്ഥാൻ സൈനികരുടെ ആക്രമണത്തിൽ 17 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 3 പേരുടെ നില ഗുരുതരമാവുകയാണ്. ഇനി പാകിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഒരു പുതിയ രാജ്യം രൂപപ്പെടുമോ? ശ്രീജിത്ത്, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, സ്വതേ ദുർബല പിന്നെ ഗർഭിണി. അതാണിപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ. സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ പ്രതിസന്ധികൾ. ഇമ്രാൻഖാൻ്റെ പാർട്ടി വലിയ പ്രക്ഷോഭത്തിലാണ്. ഗവൺമെൻറ്റും ഈ പ്രതിപക്ഷവും തമ്മിൽ വലിയ സംഘർഷത്തിലാണ്. അതൊരു സംഘർഷപരിത ആക്രമണാത്മകമായിട്ടുള്ള രക്തരൂഷിതമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ബലൂച്ച് ലിബറേഷൻ ആർമി വളരെ ശക്തി ആർജിച്ചു. ഒരു കാലത്തൊന്ന് പതുങ്ങിക്കിടക്കുകയായിരുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി. അതെന്താണ് കാരണമെന്ന് വെച്ചാൽ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്കിപ്പോൾ അനുകൂലമായിരിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ ബലൂച്ച് ആർമിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമായിരിക്കും അദ്ദേഹം കൈക്കൊള്ളുക. കാരണം എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ശക്തമാവുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിന് തന്നെ ഒരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ടെററിസത്തിന് എതിരെ സീറോ ടോളറൻസ് എന്നുള്ള ഒരു നയമാണ് ട്രംപിൻ്റേത്, മോദിയുടേത് എന്ന പോലെ തന്നെ. അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുമെന്ന് ഹമാസിനോട് പറയാൻ ധൈര്യപ്പെട്ട ഒരേ ഒരു ലോക നേതാവ് അദ്ദേഹമാണ്. മര്യാദയ്ക്ക് നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കൂ, അല്ലെങ്കിൽ കളികാരിയാവും, മുഴുവൻ എണ്ണത്തിനെ നശിപ്പിക്കും എന്ന് പറയാൻ കരുത്തുള്ള ഒരേ ഒരു രാഷ്ട്രത്തലവൻ. അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദത്തിൻ്റെ ഒറിജിനേഷനെ അദ്ദേഹം കണക്കാക്കുന്നത്. ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഒന്നുമില്ലാതെ ആയിപ്പോയത്. അയക്കാൻ വേറൊന്നുമില്ല. പിന്നുള്ളത് കഴുതയാണ്. ബേനസീർ ഭൂട്ടോയുടെ മകൻ പറഞ്ഞതുപോലെ കഴുതകളെയും ഭീകരവാദത്തെയുമാണ് അവർ കയറ്റി അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗതിയിലേക്ക് അവർ പോയത്. അപ്പോൾ ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറി. ഇന്ത്യക്ക് അനുകൂലമായിട്ട് സാഹചര്യം മാറി. ചൈനയുടെ പിന്തുണ കാര്യമായിട്ടൊന്നുമില്ല. റഷ്യ പറഞ്ഞ് ചൈന ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കുറച്ച് പിന്മാറിക്കഴിഞ്ഞു. അവർ തമ്മിലിപ്പോൾ ചർച്ചകൾ പടിപടിയായിട്ട്. മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാൻ്റെ പണ്ട് ഭീകരവാദം പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുമായിരുന്നു. ഇപ്പോൾ കയറ്റുമതി ചെയ്യാതെ ഇപ്പോൾ ഭീകരവാദികൾ സ്വന്തം രാജ്യത്ത് തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് തീരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുക. കയറ്റുമതി ചെയ്യൽ ഇപ്പോഴും നടക്കുന്നു ഇന്ത്യ കാശ്മീരിലേക്ക്. പക്ഷേ മോദിയുടെ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ അവരെ കണ്ടുപിടിക്കുകയും അപ്പോൾ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കാശ്മീർ ഇപ്പോൾ രക്തരൂഷിതമായിട്ടുള്ള ഒരു താഴ്വരയായിട്ട് മാറാത്തത്. താഴ്വരയിൽ അല്ലെങ്കിൽ നദികൾ ഒഴുകിയേ അവരോട് ഈ ഭീകരവാദികളോട് കിടപിടിക്കുന്ന തന്ത്രങ്ങൾ ഇപ്പോൾ പട്ടാളവും പോലീസും ചേർന്നിട്ട് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതങ്ങനെ പാക് ഓക്കുപൈഡ് കാശ്മീരാണ് ഇത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് രാജ്നാഥ് സിംഗ് കൊടുത്ത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആ ഭീകരവാദം ഇറക്കുമതി ചെയ്യുന്നതൊന്നും നിർത്തിയില്ലെങ്കിൽ മറുപടിയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൊണ്ടറിഞ്ഞോളൂ എന്ന് തന്നെ. അതുപോലെ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, പണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് മോദി ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന. താലിബാനെ ഇങ്ങനെ താലോലിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഇവർക്ക് തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് വരുന്നത് ബലൂച്ച് മേഖലയിലല്ല, വസീരിസ്ഥാൻ മേഖലയിലാണ്. പക്ഷേ ഈ വസീരിസ്ഥാനിലെ ഈ താലിബാനും ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യ സമര സംഘവും തമ്മിൽ ഒരു യോജിപ്പുണ്ട്. പാകിസ്ഥാൻ അവർ ഒന്നു ചേർന്ന് പോരാടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം 17 പട്ടാളക്കാരെ വകവരുത്തി. പാകിസ്ഥാൻ പട്ടാളത്തെ വകവരുത്തി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ശക്തമായൊരു പട്ടാളം തന്നെ, ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള പട്ടാളക്കാർ തന്നെ, ധൈര്യത്തിലും എല്ലാ കാര്യത്തിലും. ഒരേ വംശജരാണല്ലോ, ഒരേ രാഷ്ട്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണല്ലോ. അവരെ 17 പേരെ ഇവർ വകവരുത്തി. അപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ശക്തിയെ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല 3 പേര് അതിഭീകരമായിട്ടുള്ള ഗുരുതരാവസ്ഥയിലാണ് ആക്രമണപരമായിട്ട്. അപ്പോൾ അങ്ങനെ ശക്തമായിട്ട് അവർ അടിക്കുന്നു. അതുപോലെ തന്നെ ഈ വസീരിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഒരു പൊടി പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മലമ്പ്രദേശങ്ങളാണ്. അവിടെയൊന്നും ഇവരെ ട്രേസ് ചെയ്യാൻ പോലും പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയില്ല. അതിന് അപാരമായ സാമ്പത്തിക ശേഷി വേണം. അതിപ്പോൾ പാകിസ്ഥാനില്ല. ഗതികെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ചൈനയുടെ സഹായമില്ല, അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല,
അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യം രൂപീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. ഇപ്പോൾ അങ്ങനെ ഒരു ശത്രുവിനെ ആക്രമിക്കേണ്ടത് ദുർബലമായിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞ കാൾ മാർക്സ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ആ ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ ഇനി വലിയ ദൂരമൊന്നും സഞ്ചരിക്കേണ്ടി വരില്ല ബലൂച്ച് ആർമിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അടിച്ചൊതുക്കി ഇല്ലാതാക്കാനുള്ള ശക്തിയൊന്നും തൽക്കാലം പാകിസ്ഥാനില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ബലൂച്ച് ആർമിക്ക് വാണിംഗ് കൊടുത്തേനെ. ഹമാസിന് ട്രംപ് അല്ല, അപ്പോൾ ചൈന കൈ ഒഴിഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാൻ? ചൈന കൈ ഒഴിഞ്ഞിട്ടുണ്ട്. അവർ നേടേണ്ട ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതിൽ കൂടി പാകിസ്ഥാൻ്റെ പണമെല്ലാം അവർ ധാരാളമായിട്ട് ചോർത്തിയിട്ടുണ്ട്. ഇനിയും പാകിസ്ഥാനിൽ നിന്ന് ഊറ്റാനൊന്നും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ തന്ത്രങ്ങൾ വേറെ റഷ്യയുമായിട്ട് ചങ്ങാത്തം കൂട്ടുന്നതിനും അതുപോലെ തന്നെ നോർത്ത് കൊറിയയുമായിട്ടും കൂടുതൽ സൗഹൃദത്തിൽ പോകുന്നതിനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഐക്യം ആണ് രൂപപ്പെട്ടു വരുന്നത്. പിന്നെ ബ്രിക്സ് രാഷ്ട്രങ്ങൾ, പാകിസ്ഥാൻ ഇല്ല അതിൽ, നമുക്കറിയാമല്ലോ. പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണ്. അതിനെ ശക്തിപ്പെടുത്തുക, അതിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വേൾഡ് ബാങ്കിന് സമമാക്കി മാറ്റുക, അങ്ങനെ ഡോളറിനെ ഇടിക്കുക എന്നീ പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. അവരുടെ ശത്രു ഇപ്പോൾ അമേരിക്കയാണ്, ഇന്ത്യയല്ല. അതുപോലെ തന്നെ അവരുടെ നമുക്കറിയാം ഡീപ് സീക്ക് എന്ന് പറയുന്ന അവരുടെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ വ്യവസായ ഭീമന്മാരെയൊക്കെ തകർത്ത് കളഞ്ഞു. കാരണം ഡേറ്റയാണല്ലോ ഇവരെയൊക്കെ നിലനിർത്തുന്നത്. ആ ഡേറ്റകൾ ചോർത്താനും ഒക്കെയുള്ള ശക്തി ഇവരുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അത് വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ആ മേഖലകളിലേക്കാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് വലുതായിട്ടൊന്നും ഇനി ചൈനയുടെ സഹായം ഈ പാകിസ്ഥാന് കിട്ടാനും പോകുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു ഒരു തകർന്ന പരാജയപ്പെട്ട രാഷ്ട്രം ആയിട്ട് മാറിയിരിക്കുകയാണ് ആകപ്പാടെ. അതിൻ്റെ വിഭജനം വളരെ ദൂരമല്ലാതെ സാധിക്കും. അതിനുശേഷം പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, മുസാഫർപൂർ, അതുപോലെ ഗിൽജിത്ത്, അത് ഇന്ത്യയുടെ ഭൂപടത്തിൽപ്പെട്ട രാഷ്ട്രങ്ങളാണ്. ഭരിക്കുന്നത് പാകിസ്ഥാനാണെങ്കിലും അത് തിരിച്ചു പിടിച്ചിരിക്കും അതോടുകൂടി. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന മതവെറിയുടെ പേരിൽ രൂപം കൊണ്ട രാജ്യം ഇപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ, പിന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു ഭാഗം മാറുന്നു, ബലൂചിസ്ഥാൻ, അതുപോലെ ബംഗ്ലാദേശ് എന്നീ രാഷ്ട്രങ്ങളായിട്ട് ദുർബലപ്പെട്ട് പോകാനാണ് സാധ്യത. ഇതിൽ ഈ ബലൂചിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഐക്യം സ്ഥാപിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അവിടുത്തെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ധനസഹായം ഇന്ത്യ നൽകുന്നുണ്ട്. അങ്ങനെ ഐക്യപ്പെട്ടു പോവുകയാണ്. പാകിസ്ഥാൻ മാത്രം ഒറ്റപ്പെട്ടു പോവുകയുമാണ്.